നമസ്കാരം. എനർജി ടോക്ക് വിത്ത് EMCയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഊർജ്ജ മേഖലയെക്കുറിച്ചുള്ള അറിവുകൾ വിദഗ്ധർ പങ്കുവയ്ക്കുന്ന ഈ പരിപാടി എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ യൂട്യൂബ് ചാനലിൽ എല്ലാ വ്യാഴാഴ്ചയും ലഭ്യമാവും. വീടുകളിലെ ഊർജ്ജ സംരക്ഷണം മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വരെ ദൈനംദിന ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന വിഷയങ്ങളുമായി വിദഗ്ധർ പങ്കെടുക്കുന്ന അറിവിന്റെ സംഗമത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി എനർജി മാനേജ്മെന്റ് സെന്റർ ഡയറക്ടർ ഡോക്ടർ ആർ ഹരികുമാറാണ്. സാറിനെ ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിസ്ഥിതി സുസ്ഥിരതയ്ക്കായും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങൾ കുറയ്ക്കുന്നതിനായും EMC നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ? 1997 എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ഏതാണ്ട് 25 കൊല്ലം കഴിഞ്ഞു നമ്മൾ പ്രവർത്തനം നടക്കുന്നത്. എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ പരിസ്ഥിതി ആഘാതം കുറയ്ക്കുന്നതിനുള്ള, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ മിറ്റിഗേഷൻ, അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. പരിസ്ഥിതി അസന്തുലിതാവസ്ഥ പരിഹരിക്കാനായിട്ട് ഇപ്പോൾ ഗ്ലോബൽ വാർമിങ്ങും ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ നടക്കുന്ന ഈ പശ്ചാത്തലത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ഐദർ മിറ്റിഗേഷൻ ഓർ അഡാപ്റ്റേഷൻ. അതിന് പൊരുത്തപ്പെടലും അത് ഇല്ലാതാക്കുക, മിറ്റിഗേഷൻ. അപ്പോൾ ഈ പൊരുത്തപ്പെടലിനല്ല നമ്മൾ ചെയ്യുന്നത്, കൂടുതലും മിറ്റിഗേഷൻ എഫേർട്സാണ് നമ്മൾ ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് അന്തരീക്ഷത്തിലേക്ക് കടത്തിവിടുന്നത്, അല്ലെങ്കിൽ കത്തിച്ച് ഫോസിൽ ഫ്യൂവൽ കത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ വരുന്നത് കുറയ്ക്കാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ. അതിനകത്ത് പലതരം പ്രോജക്ട്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, പലതരം പ്രോജക്ട്സും പ്രോഗ്രാംസും. അതിൽ പ്രധാനമായിട്ട് ഉള്ളത് ബിഹേവിയറൽ ചേഞ്ച്, ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച്, അവയർനെസ് ക്രിയേഷനിൽ കൂടി നമ്മൾ വീട്ടിലും ഇൻഡസ്ട്രീസിലും കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിലും ഒക്കെ നമ്മൾ ഓരോരുത്തരും ഊർജ്ജം ഉപയോഗിക്കുമ്പോൾ അവിടെ വരുന്ന വേസ്റ്റേജ്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വരുന്ന വേസ്റ്റേജ് കുറയ്ക്കുക ആദ്യം നമുക്ക് ചെയ്യേണ്ടതുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ എനർജി കൺസർവേഷൻ. പടിപടിയായിട്ട് പോവുകയാണെങ്കിൽ എനർജി കൺസർവേഷൻ എന്ന് പറയുന്നത് പുറത്ത് ഇറങ്ങുമ്പോഴത്തേക്ക് ആവശ്യമില്ലാത്ത ഒരു ലൈറ്റോ ഫാനോ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അതിന്നും പ്രസക്തിയുള്ള ഒരു കാര്യമാണെന്ന് ഞങ്ങളുടെ ഈ പല സർവേകൾ, നമ്മൾ വീടുകളിലും ഓഫീസുകളിലും ഒക്കെ നടത്തുന്ന സർവേകളിൽ കൂടി നമ്മൾ അറിയുന്നത്, ഇന്നും ആൾക്കാർ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ലൈറ്റും ഫാനും ഓഫ് ചെയ്യാതെ പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. അതിനുള്ളൊരു പ്രധാന കാരണം ഒരു പക്ഷേ നമ്മൾ വീട്ടിലുള്ള ചിലവുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വൈദ്യുതിക്ക് കൊടുക്കുന്ന ചിലവെന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. അതിന് ഒരു രീതിയിൽ നിങ്ങളെ മനസ്സിലാക്കാൻ പറയണമെന്നുണ്ടെങ്കിൽ, നമ്മളൊരു വീട്ടിൽ 4 അംഗങ്ങളുള്ളപ്പോൾ നിങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കുക, ഈ 4 അംഗങ്ങൾക്ക് 4 പേർക്ക് മൊബൈൽ ഫോൺ ഉണ്ടാവും. ഈ മൊബൈൽ ഫോണിൽ നമ്മൾ മാസം ചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ചാർജ് പോലും, നമ്മൾ മൊബൈൽ ഫോൺ ആവശ്യമുള്ളപ്പോഴാണ് വിളിക്കുന്നത്, ഇങ്ങോട്ടും അങ്ങോട്ടും കണക്ഷൻ വരുന്നത്. 24 മണിക്കൂറും നമുക്ക് വൈദ്യുതി തന്നുകൊണ്ടിരിക്കുന്ന കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ബൈമന്ത്ലി ബില്ലും മൊബൈൽ ഫോണിൻ്റെ ബില്ലും കൂടെ കമ്പയർ നോക്കുമ്പോൾ KCB കൊടുക്കുന്ന ബില്ലാണ് വളരെ കുറവ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു റെസ്പെക്റ്റ് നമ്മളതിന് കൊടുക്കുന്നില്ല. ഇത്രയും വളരെ ശുദ്ധമായിട്ടുള്ള ഒരു റിസോഴ്സസ്, മണ്ണമില്ല, പുകയില്ല ഒക്കെ കിട്ടുന്ന, വീട്ടിൽ കിട്ടുന്ന ഈ റിസോഴ്സസിന് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റ് വളരെ കുറവാണ്. ഇതൊന്ന്. 2, ഇടതടവില്ലാതെ ഇപ്പം മഴയുടെ പശ്ചാത്തലത്തിൽ മരം ഒടിഞ്ഞ് വീഴുമ്പോഴത്തേക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലാതെ, ചില സ്ഥലങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടില്ല അല്ലാതെ, നമ്മൾ കഴിഞ്ഞ ഒരു 10 കൊല്ലം നോക്കുമ്പോഴത്തേക്ക് ലോഡ് ഷെഡിങ്ങോ നമ്മൾ പവർ കട്ടോ ഇല്ലാതെ നമുക്ക് ഓരോ വർഷവും നമുക്ക് അധികം വേണ്ടി വരുന്ന വൈദ്യുതി KCB ഒന്നുകിൽ ഇവിടെ ഉൽപ്പാദിപ്പിച്ചോ പുറമു നിന്ന് വാങ്ങിച്ചോ നമ്മൾ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടതടവില്ലാതെ കിട്ടുന്നു. അപ്പോൾ ഒരു സാധനത്തിന് ദൗർലഭ്യം വരുമ്പോഴേ അതിന് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ സാധനത്തിന് വില കൂടുതൽ വരണം. വിലയും മറ്റെല്ലാ സംഗതികളും, നമ്മൾ വീട്ടിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ ഓരോ വർഷം തോറും വില കൂടിക്കൊണ്ട് വരുമ്പോഴത്തേക്ക്, നമ്മൾ ലിവിങ് സ്റ്റാൻഡേർഡിനനുസരിച്ച്, നമ്മൾ ഇൻഫ്ലേഷൻ റേറ്റിനനുസരിച്ച് നമ്മൾ വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ വൈദ്യുതിയുടെ വില അതിനനുസരിച്ച് കൂടുന്നില്ല, ദൗർലഭ്യവും ഇല്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോഴത്തേക്കാണ് ഈ നമുക്ക് ഈ പറയുന്ന പോലെ വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്ക്, പുറത്ത് പോകുമ്പോഴത്തേക്ക് ഉപകരണം ഓഫ് ചെയ്യാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണുന്നത്. അപ്പോൾ എനർജി കൺസർവേഷനാണ് ആദ്യത്തെ പരിപാടി. രണ്ടാമത് എനർജി എഫിഷ്യൻസി. എനർജി എഫിഷ്യൻസി എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും നമ്മൾ ഇരുട്ടത്ത് ഇരുന്നു കൊണ്ട് ഊർജ്ജം സേവ് ചെയ്യണം എന്ന് നമ്മൾ പറയുന്നില്ല. വൈകുന്നേരം ആകുമ്പോൾ ലൈറ്റ് ഇടണം, ചൂടുള്ള സമയത്ത് AC ഇടണം, പാചകത്തിന് ആവശ്യമുള്ളപ്പോഴത്തേക്ക് ഗ്യാസോ ഇൻഡക്ഷൻ കുക്കറോ വെച്ച് പാചകം ചെയ്യണം. ഇതൊക്കെ നമുക്ക് വേണം.
അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഉപകരണം ഉപയോഗിക്കുക. നിങ്ങൾക്ക് ചെയ്യേണ്ട സമയത്ത് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഉപകരണം ഉപയോഗിക്കുക. ഒരു ഉദാഹരണത്തിന് ഫാൻ. നമ്മളൊരു വീട്ടിൽ 5 റൂം ഉണ്ടെങ്കിൽ 5 ഫാൻ കാണും. ചില സ്ഥലങ്ങളിൽ ചില റൂമിൽ 2-3 ഫാൻ നമ്മൾ കാണുന്നുണ്ട്. ടേബിൾ ഫാൻ, വാൾ ഹാങ്ങിങ് ഫാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2-3 ഫാൻ ചിലപ്പം കാണും. ശരി, ഈ ഫാൻ നമ്മൾ സാധാരണ ഒരു 5 കൊല്ലം മുമ്പ് നിങ്ങൾ വാങ്ങിച്ച ഫാനാണെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ ഒരു 3 കൊല്ലം മുമ്പ് വാങ്ങിച്ച ഫാനാണെങ്കിൽ, നമ്മൾ ഫാൻ സാധാരണ ഒരു 10 കൊല്ലം 15 കൊല്ലമൊക്കെ ലൈഫ് കിട്ടും. അപ്പോൾ ഈ ഇതിനു മുമ്പേ വാങ്ങിച്ച ഫാനാണെങ്കിൽ ഇത് എടുക്കുന്നത് 70 വാട്ട് മുതൽ 80 വാട്ട് വൈദ്യുതി എടുക്കും. അതേസമയം ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 5 സ്റ്റാർ റേറ്റഡ് ഫാൻ, BLDC എന്ന് പറയും, ബ്രഷ്ലെസ് ഡയറക്റ്റ് കറണ്ട് ഫാൻ, ഇത് അതിൻ്റെ പകുതിയേക്കാൾ കുറവ് 28-30 വാട്ടേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഫാൻ നമ്മൾ ഉപയോഗിക്കുന്ന സമയവും വളരെ കൂടുതലാണ്. ഇപ്പോൾ ഹോസ്പിറ്റൽ, ഹോട്ടൽസിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഫാൻ 24 മണിക്കൂറും ഈ വാർഡുകളിൽ കിടന്ന് കറങ്ങുകയാണ്. അപ്പോൾ ഈ 24 മണിക്കൂർ കറങ്ങുമ്പോഴത്തേക്ക് 70 വാട്ടിന് പകരം 20-25 വാട്ടിൻ്റെ ഫാനാണ് ഇടുന്നതെങ്കിൽ എത്രമാത്രം ഊർജ്ജം നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ നോക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ കരുതുന്ന പുതിയ ഫാൻ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ വില അല്പം കൂടുതലായിരിക്കും 5 സ്റ്റാർ റേറ്റിംഗ്, അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ്ങിന് അല്പം കൂടുതലായിരിക്കും 5 സ്റ്റാർ റേറ്റിങ്ങിൻ്റെ വില. പക്ഷേ നമ്മൾ എപ്പോഴും കാണുന്നത് ഒരു ഐസ്ബർഗിനെ പോലെ, ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് പോലെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന സാധനം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, ഇനിഷ്യൽ കോസ്റ്റ്. പക്ഷേ അതിൻ്റെ താഴെയാണ് അതിൻ്റെ മെയിൻ കോസ്റ്റ് വരുന്നത്. അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉപയോഗം 15 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം ഈ ഫാൻ ഉപയോഗിക്കുന്ന വൈദ്യുതി എത്രയാണ്, അതിൻ്റെ രൂപ എത്രയാണ്. അപ്പോൾ അത് നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ എടുക്കുമ്പോഴാണ് ലൈഫ് സൈക്കിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈഫ് സൈക്കിൾ കോസ്റ്റ് നോക്കി വാങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള മണിക്കൂർ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിൽ അനുസരിച്ച് സ്റ്റാർ റേറ്റിംഗ് കൂടുതൽ നമ്മൾ വേണം. ഇപ്പോൾ AC നമ്മൾ ദിവസം 1 മണിക്കൂർ ഉപയോഗിക്കുന്നുള്ളൂ, 1 സ്റ്റാറോ 2 സ്റ്റാറോ വാങ്ങുന്നത് തെറ്റില്ല. പക്ഷേ AC നമ്മൾ ഒരു ദിവസം 8 മണിക്കൂർ 10 മണിക്കൂർ ഉപയോഗിക്കുകയാണ്, 5 സ്റ്റാറിലേക്ക് പോകുന്നതാണ് അഭികാമ്യം. അപ്പോൾ ഈ 5 സ്റ്റാർ റേറ്റ്, അപ്പോൾ നമ്മൾ ഇതാണ് എനർജി എഫിഷ്യൻസി. ഇത് രണ്ടും അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ, എനർജി കൺസർവേഷനും എനർജി എഫിഷ്യൻസിയും ഒരു വീട്ടിലോ ഒരു ഹോട്ടലിലോ ഹോസ്പിറ്റലിലോ ഇൻഡസ്ട്രിയിലോ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉപയോഗിക്കുന്ന, അപ്പോൾ നമ്മൾ എനർജി ഡിമാൻഡ് കുറയ്ക്കുന്നു. എനർജി ഡിമാൻഡ് കുറച്ച് കഴിഞ്ഞാൽ ഈ ഡിമാൻഡ് നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമോ, നമ്മൾ ഓഫീസിൽ തന്നെ പുറത്തൊരു സൗരോർജ്ജ പ്ലാന്റ് വെച്ച് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമോ. ഇത് അനർട്ടിൻ്റെ പോർട്ട്ഫോളിയോ ആണ്. അനർട്ടും KCBയും കൂടെ ചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെൻറ് 40% സബ്സിഡി ഉണ്ട്. അതും കൂടെ വന്നു കഴിഞ്ഞാൽ ഓരോ വീടും ഓരോ പവർ ഹൗസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഊർജ്ജ ഉപയോഗം കുറയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ ആവശ്യമുള്ള ഊർജ്ജം നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് വേണ്ടി കാരണമാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന വാതകം അന്തരീക്ഷത്തിലേക്ക് കടത്തിവിടുന്നത് നമുക്ക് ഒരു പരിധിവരെ, അല്ലെങ്കിൽ നല്ലൊരു പരിധിവരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. EMC ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് EMC തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2 കൊല്ലം 3 കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ ഗോ ഇലക്ട്രിക് ക്യാമ്പയിൻ എന്ന് പറഞ്ഞ ഒരെണ്ണം ലോഞ്ച് ചെയ്തത്. ഗോ ഇലക്ട്രിക് ക്യാമ്പയിനിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. 1, വൈദ്യുതി വാഹനത്തിലേക്കുള്ള മാറ്റം. 2, വൈദ്യുതി പാചകത്തിലേക്കുള്ള മാറ്റം. 3, ഇൻഡസ്ട്രിയൽ ഇലക്ട്രിഫിക്കേഷൻ. നമ്മൾ ഇൻഡസ്ട്രിയിലുമൊക്കെ പല കാര്യങ്ങളും ഇന്ന് ഇന്ധനം ഉപയോഗിച്ച് ചെയ്യുന്ന, ഫോസിൽ ഇന്ധനം ഉപയോഗിച്ച് ചെയ്യുന്ന സാധനങ്ങൾ ഇലക്ട്രിസിറ്റിയിലേക്ക് മാറുക. ആ ഇലക്ട്രിസിറ്റി ഹരിതോർജ്ജം ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുകയോ ഹരിതോർജ്ജം വിലയ്ക്ക് വാങ്ങി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ കേരളത്തിൽ നിന്നോ വിലയ്ക്ക് വാങ്ങി ഉപയോഗിക്കുക. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ വളരെ സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള, വളരെ സന്തോഷം നൽകുന്ന റിസൾട്ടാണ് കേരള ജനത കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം നമ്മൾ ഈ പ്രവർത്തനത്തിൽ കൂടി വലിയ സബ്സിഡി ഒന്നും കൊടുക്കാതെ, അതേസമയം ഒരു മെൻ്റൽ ആങ്സൈറ്റി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കുറേ സ്ഥലങ്ങളിൽ വയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്, താങ്ക്സ് ടു KCB's എഫേർട്ട്. അപ്പോൾ ഇതോടുകൂടി ഒരുപാട് ആൾക്കാർ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് മാറി. ഇന്ന് കേരളമാണെന്ന് തോന്നുന്നു ഇലക്ട്രിക് വെഹിക്കിൾ ഗ്രോത്ത് റേറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. ഇലക്ട്രിക് കുക്കിംഗ്, നമ്മൾ EMC ഒരു 10 കൊല്ലം മുമ്പ് ഇലക്ട്രിക് ഇൻഡക്ഷൻ കുക്കറിന് എഗൻസ്റ്റായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇന്ന് നിങ്ങളൊരു റൂഫ് ടോപ്പ് സോളാർ പവർ പ്ലാന്റ് വെച്ചുകൊണ്ട് നിങ്ങൾ ഇലക്ട്രിക് ഇൻഡക്ഷൻ കുക്കറിലേക്ക് കടക്കുക. അപ്പോൾ പാചകവാതകത്തിൻ്റെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാം, പാചകവാതകത്തിൻ്റെ ഉപയോഗവും കുറയ്ക്കാം നമുക്ക്. ഇന്ന് ഇലക്ട്രിക് പ്രഷർ കുക്കർ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ഇലക്ട്രിക് കുക്കിംഗ്, ആ ഇലക്ട്രിക് കുക്കിംഗ് തന്നെ ഒരു ചെറിയൊരു പ്രശ്നം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, നമ്മൾ പീക്ക് ലോഡിൽ ഇപ്പോഴും നമ്മൾ ഒരു ഡിമാൻഡിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ EMC ടു സ്റ്റാർട്ട് വിത്ത് നമ്മളൊരു പ്രയോറിറ്റി
സെക്ടറായിട്ട് കൊടുക്കേണ്ടത് ഈ പീക്ക് ലോഡുമായിട്ട് വരാത്ത രീതിയിലുള്ള ഓഫ് പീക്കിൽ വരുന്ന കുക്കിംഗ്. അത് നമ്മൾ നോക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ കുക്കിംഗ് ആണ്. അംഗൻവാടികളിൽ, സ്കൂളുകളിൽ ഒക്കെ നൂൺ മീൽ പ്രോഗ്രാം. അപ്പോൾ അംഗൻവാടികളിൽ കേരളത്തിൽ ഏതാണ്ട് 33,115 അംഗൻവാടിയുണ്ട്. ഇവയിലുള്ള കുക്കിംഗ്, പാചകവാതകം അല്ലെങ്കിൽ വിറക് ഇതിൽ നിന്ന് മാറി ഇലക്ട്രിക് കുക്കിങ്ങിലേക്ക് വേണ്ടിയുള്ള പരിപാടി രാജ്യത്താദ്യമായിട്ട് EMC കേരളത്തിലാണ് ഇത് തുടങ്ങിയത്. 2800 ചില്ലുവാനം അംഗൻവാടികളിൽ ഇപ്പോൾ ഓൾറെഡി അത് ചെയ്തു കഴിഞ്ഞു. ബാക്കിയുള്ളതിൽ ഫണ്ട് കിട്ടുന്ന മുറയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം 500 കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ നൂൺ മീൽ പ്രോഗ്രാം നടക്കുന്ന സ്കൂളുകളിൽ കാസർഗോഡ് കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിലുള്ള ഒരു പ്രൈമറി സ്കൂളിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഇലക്ട്രിക് കുക്കിംഗ്, അത് 25 കിലോവാട്ടിൻ്റെ സോളാർ പവർ പ്ലാന്റും കൂടെ വയ്ക്കുമ്പോൾ ആ സ്കൂളിലുള്ള മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഊർജ്ജവും ഈ ഇലക്ട്രിക് കുക്കിങ്ങിന് വേണ്ടിയുള്ള വൈദ്യുതോർജ്ജവും നമ്മൾ അതുവഴി എടുക്കുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കാർബൺ ന്യൂട്രൽ ഫോം ഓഫ് കുക്കിംഗ് കേരളത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അത് ഇനോഗ്രേറ്റ് ചെയ്തത്. അവിടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള നൂൺ മീൽ പ്രോഗ്രാമിന് വേണ്ടിയുള്ള പാചകം മുഴുക്കെ വൈദ്യുതി ഉപയോഗിച്ച് സ്റ്റീം ജനറേറ്റ് ചെയ്ത് നീരാവിയാക്കി ആ നീരാവി ഉപയോഗിച്ചിട്ടുള്ള ജാക്കറ്റഡ് വെസലും ഡയറക്റ്റായിട്ട് ഇഞ്ചക്ട് ചെയ്തും ഒക്കെയാണ് നമ്മളിത് ചെയ്യുന്നത്. അതോടൊപ്പം ഇലക്ട്രിക് ബസ്, സ്കൂളുകളിലേക്കുള്ള ഇലക്ട്രിക് ബസ്സിൻ്റെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്ക്, വനിതാ സംരംഭകർക്ക് വേണ്ടി, വുമൺ ഓൺട്രപ്രനേഴ്സിന് അവർ അച്ചപ്പവും ഉണ്ണിയപ്പവും ഒക്കെ ഉണ്ടാക്കി വിൽക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ നടന്നു പോകുന്നതിന് പകരം ഇന്ധനമുള്ള സ്കൂട്ടറിൽ കൊണ്ടുപോകുന്നതിന് പകരം ഇലക്ട്രിക് സൈക്കിളിൻ്റെ പ്രായോഗികത അല്ലെങ്കിൽ അതിൻ്റെ ഫീസിബിലിറ്റി പഠിച്ച് അത് 800 സൈക്കിള് പാലക്കാട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലുമായിട്ട് 800 സൈക്കിളിൻ്റെ വിതരണം, അത് പാലക്കാട് വിതരണം നടന്നു കഴിഞ്ഞു, കണ്ണൂർ ജില്ലയിൽ ചെയ്യാനായിട്ട് പോകുന്നു. കുടുംബശ്രീയുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു പരിപാടി. അവിടെ ഏതാണ്ട് ഒരു 90% ഒരു 80% എമൗണ്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല പ്രോജക്റ്റിൽ കൂടി നമ്മൾ ഗ്രാൻഡായിട്ട് വാങ്ങിച്ചുകൊണ്ട് ഒരു 10 to 20% ഉപഭോക്തൃ കോൺട്രിബ്യൂഷനായിട്ട് വെച്ചും കൊണ്ടാണ് ആ സ്കീം കേരളത്തിൽ ലോഞ്ച് ചെയ്യുന്നത്. ഇത് തന്നെ കേരളത്തിൽ ആദ്യമായി, ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിൽ ഒരു പൈലറ്റ് പഠനം നടത്തി ആ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഗ്രാൻഡാണ് നമുക്കിതിനു വേണ്ടി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒട്ടേറെ സ്കീമുകൾ, ഇതിന് ഇത് ഫൈനാൻസ് ഒരു ചെറിയ പ്രശ്നം, ചെറിയതല്ല, ഒരു നല്ലൊരു പ്രശ്നമാണെന്ന് തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്കും കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിനും നമ്മൾ 2% ലോ റേറ്റിൽ പബ്ലിക് സെക്ടറും കോപ്പറേറ്റീവ് സെക്ടറിലും 4% റേറ്റിൽ പ്രൈവറ്റ് സെക്ടറിന് അത്രയും റേറ്റ് കുറഞ്ഞ് ലോൺ നമ്മൾ കൊടുത്തുകൊണ്ടാണ് എനർജി എഫിഷ്യൻസി പ്രോജക്ട്സ് കേരളത്തിൽ നടപ്പിലാക്കുന്ന വേറൊരു പദ്ധതി, എനർജി കൺസർവേഷൻ ഫണ്ട് എന്ന് പറയും. അത് റിവോൾവിംഗ് ഫണ്ടാണ്, നമ്മൾ മാസം തോറും തിരിച്ച് അടവുള്ള. ഇത് ബാങ്ക് ഗ്യാരണ്ടിയാണ് നമ്മളിതിന് കൊളാറ്ററലായിട്ട് നമ്മൾ വാങ്ങുന്നത്. ഇതിനകം തന്നെ ഏതാണ്ട് ഒരു 5 to 7 crore നമ്മൾ ഡിസ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞു. ഈ പ്രോഗ്രാമും നടക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ കാലാവസ്ഥ വ്യതിയാനം നടക്കുന്ന ഈ അവസരത്തിൽ 5-ാം തീയതി വേൾഡ് എൻവയൺമെൻറ്റ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ EMCയിൽ 3ാം എഡിഷൻ ഉണർവ് പ്രോഗ്രാം ഇവിടെ ലോഞ്ച് ചെയ്യുകയാണ്. ഉണർവെന്ന് പറയുന്ന പ്രോഗ്രാം കഴിഞ്ഞ 3 കൊല്ലമായി, ഇത് 3ാമത്തെ കൊല്ലമാണ് ഈ അധ്യയന വർഷത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുട്ടികൾക്കും അധ്യാപകർക്കും EMC എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിൻ്റെ ബിൽഡിംഗ് കണ്ടിട്ടില്ലാത്തവർ ദയവായിട്ട് ഇവിടെ വന്ന് കാണണം എന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഈ കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ബിൽഡിംഗാണ് IGBC, ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിൽ ഗോൾഡ് റേറ്റഡ് ബിൽഡിംഗ് ആണ്. ഇവിടെ നമ്മൾ ഈ പറയുന്ന, ഈ പ്രസംഗിക്കുന്ന, ഈ പ്രചരിപ്പിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. BLTC ഫാൻ, all LED ഓഫീസാണിത്. ഇവിടെ ഉപയോഗിക്കുന്ന, ഞങ്ങൾക്ക് ഇവിടെ ഉള്ള വാഹനങ്ങൾ, കാറ് ഇലക്ട്രിക് കാറാണ്, സ്കൂട്ടർ ഇലക്ട്രിക് സ്കൂട്ടറാണ്. കുട്ടികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു 10-12 ഇലക്ട്രിക് സൈക്കിൾ ഇവിടെ വാങ്ങി വെച്ചിട്ട് അവർക്ക് ഉപയോഗിച്ച് നോക്കാനായിട്ടുള്ളൊരു അവസരം കൊടുക്കുന്നുണ്ട്. അധ്യാപകർക്കും കുട്ടികൾക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പരിസരം, ഈ ബിൽഡിങ്ങിനകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, സോളാർ ഫോട്ടോവോൾട്ടൈക് പാനൽ തൊട്ട് നോക്കാം, ഇലക്ട്രിക് സൈക്കിൾ ഉപയോഗിക്കാം, ഇലക്ട്രിക് സ്കൂട്ടർ അവർക്ക് പ്രാക്ടീസ് ചെയ്യാം. ഈ പരിപാടികളെല്ലാം ഇവിടെ ചെയ്തുകൊണ്ട് ആണ് നമ്മൾ ഈ കേന്ദ്രം തുറന്നു കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം
ഏതാണ്ട് 65 സ്കൂളുകൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഓരോ സ്കൂളിൽ നിന്ന് 100-150 കുട്ടികളാണ് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ദിവസം ചൂസ് ചെയ്ത് രാവിലെ 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം 4 മണിക്ക് നിങ്ങൾക്ക് ഈ ക്യാമ്പസ് വിട്ടു പോകാം. അതിന് ആ സമയത്തുള്ള റിഫ്രഷ്മെൻറ്റ്സും EMC കൊടുക്കുന്നതാണ്. ഇതിന് ഒരു പൈസയും വാങ്ങാതെയാണ് ഈ പ്രോഗ്രാം നമ്മൾ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ കൊല്ലം ഈ തിരുവനന്തപുരത്തിന് പുറമെ നമ്മൾ പാലക്കാട് ജില്ലയിലും കൂടി സ്റ്റാർട്ട് ചെയ്തു. ഇത്തവണ ഈ അധ്യയന വർഷം നമ്മൾ എറണാകുളം ജില്ലയിലും കൂടി സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഇത് കുട്ടികൾക്കും ടീച്ചർമാരുമാണ് ഇതിനകത്ത് വരുന്നത്. ഈ ജൂൺ 5-ാം തീയതി ഇപ്പോൾ കാർബൺ ക്രെഡിറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം ഈ പരിപാടി ചെയ്യുമ്പോഴത്തേക്ക് അന്താരാഷ്ട്ര തലത്തിലും നാഷണൽ തലത്തിലും കാർബൺ ക്രെഡിറ്റ് കിട്ടാവുന്ന ചില സാധ്യതകൾ പരിശോധിക്കാൻ വേണ്ടിയുള്ള ഒരു വർക്ക്ഷോപ്പും നമ്മൾ ഈ ജൂൺ 5-ാം തീയതി തുടങ്ങുന്നുണ്ട്. ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ EMCയുമായി പൊതുജനങ്ങൾക്ക് എങ്ങനെ സഹകരിക്കാമെന്ന് ഒന്ന് വിശദീകരിക്കാമോ? നമ്മൾ ഇപ്പോൾ സമ്മർ കഴിഞ്ഞു. ഈ സമ്മറിൽ ഞങ്ങളൊരു സമ്മർ ക്യാമ്പയിൻ എന്ന് പറഞ്ഞു തുടങ്ങി. ഊർജ കിരൺ എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ ഏതാണ്ട് 190 NGOകളുടെ സഹകരണത്തോടുകൂടി ഗവൺമെൻറ് ഇതര പ്രസ്ഥാനങ്ങളുടെ സഹകരണത്തോടുകൂടി എല്ലാ നിയോജക മണ്ഡലത്തിലും ഇത്തവണ നമ്മൾ സമ്മർ ക്യാമ്പയിനിന് കൊണ്ടുവന്നത് കൂൾ റൂഫ് എന്ന് പറയുന്ന ഒരു പുതിയൊരു സംഗതിയാണ്. നമ്മൾ വർഷങ്ങളായിട്ട് ഇത് പറയുന്നുണ്ട്, എങ്കിലും ഒരു പേരൊക്കെ ഇട്ട് ഒരു OEMസിന് ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറേഴ്സിനെ പോലെ പെയിൻറ്റ് മാനുഫാക്ചറേഴ്സിനെ എംപാനൽ ചെയ്ത് സോളാർ റിഫ്ലക്റ്റീവ് ഇൻഡെക്സ് കൂടിയ പെയിൻറ്റ് നമ്മൾ റൂഫിന് മുകളിൽ, നമ്മൾ റൂഫിന് താഴെയാണ് വെള്ളയടിക്കുന്നത്, റൂഫിന് മുകളിൽ വെള്ളയടിക്കുക എന്നുള്ള ഒരു പരിപാടി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, പിന്നെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്ന സീബ്ര ക്രോസിങ്ങിൽ ഞാൻ ഈ പറയുന്നത് ഒന്ന് പരിശോധിച്ചു നോക്കുക. സ്വന്തമായിട്ട് ഒരു അനുഭവത്തിൽ വരുമ്പം കുറേ കൂടെ വ്യക്തമാകും. നമ്മൾ ഒരു ഉച്ചയ്ക്ക് 12 മണിക്കോ 2 മണിക്കോ നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്ന അവസരത്തിൽ ചെരുപ്പ് ഊരിയിട്ടിട്ട് ആ വെള്ള വരയിൽ ഒന്ന് നിന്ന് നോക്കുക. വളരെ സുഖമായിട്ട് നിൽക്കാൻ സാധിക്കും. പക്ഷേ ആ കറുത്ത പ്രതലത്തിൽ കാല് ചവിട്ടാൻ പറ്റത്തില്ല. കാരണം വൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും ചൂടിനെ. അപ്പോൾ അത് റൂഫിന് മുകളിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ റൂഫിലേക്ക് വരുന്ന ഏറ്റവും കൂടുതൽ ചൂട് നമ്മളെ വീട്ടിനകത്തേക്ക് വരുന്നത് ഗ്ലാസ് പാളികളിൽ കൂടിയും ഇതുപോലെ റൂഫ് ചുട്ടുപഴുക്കുമ്പോഴുമാണ്. അപ്പോൾ അതിന് നമ്മൾ കൂൾ ചെയ്യാൻ വേണ്ടിയാണ് എയർ കണ്ടീഷണർ ഉപയോഗിക്കുന്നത്. അപ്പോൾ എയർ കണ്ടീഷണർ ഒരിക്കലും നമ്മൾ 26-25 ഡിഗ്രി സെൻറ്റിഗ്രേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ആവത്തില്ല. കാരണം അത്രത്തോളം ചൂടാണ് വീട്ടിനകത്തേക്ക് വരുന്നത്. അപ്പം ചൂടാദ്യം നിയന്ത്രിക്കുക. അതിനാണ് കൂൾ റൂഫ് ടെക്നോളജി അല്ലെങ്കിൽ കൂൾ റൂഫ് പെയിൻറ്റ് കൊണ്ടുവന്ന് ഇത് ഈ പ്രചരണം, പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള വലിയൊരു പ്രചരണം നമ്മൾ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ വഴിയും ഈ നേരിട്ടുള്ള സെഷൻസ് വഴിയും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കൂൾ റൂഫുമായിട്ട് ബന്ധപ്പെട്ട്. അത്തരത്തിൽ ഒട്ടേറെ അവയർനെസ് പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും എന്തെങ്കിലും സ്കൂളുകളിലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ റെസിഡൻസ് അസോസിയേഷനിലോ ലൈബ്രറി വായനശാലകളിലോ ഒക്കെ ഇത്തരത്തിലുള്ള അവയർനെസ് ക്യാമ്പയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെടുക. ഇത്തരത്തിലുള്ള അവയർനെസ് ക്യാമ്പയിന് വേണ്ടി നമ്മൾ റിസോഴ്സ് പേഴ്സണെ കേരളം ഒട്ടാകെ പല റിസോഴ്സ് പേഴ്സണെ നമ്മൾ എംപാനൽ ചെയ്തിട്ടുണ്ട്. ഈ അവയർനെസ് ക്യാമ്പയിനിൽ ലഘുലേഖകൾ, പ്രിൻ്റ് ചെയ്തിട്ടുള്ള ലഘുലേഖകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പല സബ്ജക്റ്റിനെ കുറിച്ചുള്ള ലഘുലേഖകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും അവൈലബിളാണ്. ഇതിനു വേണ്ടി EMCയുമായിട്ട് ബന്ധപ്പെടുക. EMCയുടെ യൂട്യൂബ് ചാനൽ മുമ്പും നമുക്ക് ഉണ്ടായിരുന്ന യൂട്യൂബ് ചാനൽ, പക്ഷെ അത് കുറച്ചും കൂടി ഒന്ന് ഈ അവസരത്തിൽ പിന്നെ ആക്ടിവേറ്റ് ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പരിപാടി യൂട്യൂബിൽ ചെയ്യുന്നത്. ഇത് എല്ലാ ആഴ്ചയും വ്യാഴാഴ്ച നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നു. എക്സ്പേർട്സിനെ വിളിച്ചിട്ടുള്ള സംസാരം, അവരുമായിട്ടുള്ള ഡിസ്കഷൻ, അവരുമായിട്ടുള്ള ഇൻ്റർവ്യൂ, ഏതാണ്ട് ഒരു 15 മിനിറ്റ് വരുന്ന ഷോർട്ടായിട്ടുള്ള പ്രോഗ്രാംസാണ് നമ്മൾ ചെയ്യുന്നത്. ദയവ് ചെയ്ത് EMCയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിൽ കൂടെയുള്ള അറിവ് നേടുകയും അത് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും EMCയിലേക്ക് നിങ്ങൾക്ക് ഇമെയിൽ വഴിയോ സംസാരിക്കാനായിട്ടുള്ള അവസരവും ഈ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള അവസരവും പ്രയോജനപ്പെടുത്തണം എന്നുകൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. എനർജി ടോക്ക് വിത്ത് EMC, അറിവിന് ഊർജം പകരാം. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ കൂടുതൽ അപ്ഡേറ്റ്സിനായി.